എന്തെങ്കിലും പറ. രസമുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു ഡേ 4 ഓഫ് വെയിൽസ് ട്രിപ്പ്. അപ്പം ഞങ്ങൾ രാവിലെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ഇന്ന് വന്നിരിക്കുന്നത് പോർട്ട്മൻഡോഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഹെറിറ്റേജ് ട്രെയിൻ കാണാനാണ്. പഴയ കാലത്തെ നമ്മുടെ സ്റ്റീം എൻജിനൊക്കെ ഉള്ള പോലത്തെ ഒരു ട്രെയിൻ. അതിന് നമുക്കിതിനകത്ത് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. 2 hour 3 hour അപ് ടു 6 hour ഉള്ള ജേർണി ഉണ്ട് പല ട്രെയിനിന്. ഞങ്ങളിത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് പഴയ കാലത്തെ ട്രെയിനും അത് വരുന്നതും അതിനകത്ത് എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ കാണാം. ഇതേ ദൂരെ ഒരു ട്രെയിൻ വരുന്നു. അടുത്ത യാത്രേൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൽക്കരി നിറയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ട്രെയിനിലേക്ക് എൻജിൻ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. പോർട്ട്മൻഡോഗിൽ നിന്നും യാത്ര ആരംഭിച്ച് ബ്ലേനിയ ഫെസ്റ്റിനിയോഗും കണ്ട് തിരിച്ച് പോർട്ട്മൻഡോഗിൽ എത്തുന്ന മൗണ്ടൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ട്രെയിനാണ് കേട്ടോ ഇത്. ഏകദേശം 3 മണിക്കൂറാണ് ഈ ഒരു ഹോൾ ജേണിക്ക് എടുക്കുന്നത്. 27 മൈൽസ് കവർ ചെയ്യുന്നുമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ മുന്നിലെ ടേബിളിൽ ഇതേപോലെ നമ്മൾ ഏത് വഴിയാണ് പോണത്, ഏതൊക്കെ അട്രാക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ട്രെയിനിലിരുന്ന് കാണാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു ഇല്ലുസ്ട്രേഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനിലൂടെ കുറച്ച് നേരം നടന്ന് അവിടെ അടുത്തുള്ളൊരു സുവനിയർ ഷോപ്പിൽ കയറിയപ്പം വെയിൽസിലെ മാപ്പിൽ കാണുന്ന ഈ ഡ്രാഗനെ പറ്റിയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ കേട്ടു. Old legend and myth going back 1,000 more years that there were legends of dragons in the mountains. Who knows where they came from, you know, but it goes right the way back into prehistory, if you know what I mean, from when they were living in caves on the hills with spears and dressed in and the legend is that when you see the hills that go like this, that there's a dragon asleep up there, and they wake up, you know, when there's some terrible thing happening, then the dragons will wake up. I was telling her like maybe they were training dragons for the war. Yeah, too much Hogwarts. Blasphemy. Thank you so much. Nice to see you. അങ്ങനെ നമ്മൾ ഹൈലൻഡ് ട്രെയിൻ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റീം എൻജിൻ ട്രെയിൻ കാണുന്നത്. ഹണിയോ? ഞാനും ആദ്യമായിട്ടാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി പേര് അതിനകത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അവരൊക്കെ സീറ്റൊക്കെ നോക്കിയിരുന്ന് 10:40 ആ ട്രെയിൻ എടുക്കുന്നത്. അപ്പം ആ ഒരു ജേണിക്ക് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. ബിക്കോസ് അത് 3 hour ജേണിയാണ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പം നമുക്കപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പറ്റാണ്ടായി പോവും നമ്മൾ ആ ജേണിക്ക് പോയിട്ടുണ്ടെങ്കിൽ. സോ ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ അതല്ലേ. നെക്സ്റ്റ് ടൈം നമുക്ക് ഇത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഹാഫ്രൺ ഫോറസ്റ്റിലാണ്. എത്ര പേരാ നമുക്കിവിടെ.
അങ്ങനെ ഞങ്ങൾ ഹാഫ്രൺ ഫോറസ്റ്റിലെത്തി. ഇനി നമുക്ക് ഈ ഫോറസ്റ്റിലൂടെ പല വഴികളുണ്ട് നടക്കാൻ. അതിൽ ഞങ്ങൾ വിചാരിക്കുന്ന ഈസി ആയിട്ടുള്ള ഒരു വഴി ചൂസ് ചെയ്തിട്ട് അതിലൂടെ നടന്ന് ഈ കാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാമെന്നാണ്. നല്ല രസമുണ്ടല്ലേ ഹണി? എന്തെങ്കിലും പറ. രസമുണ്ട്. നമ്മൾ ഹാഫ്രൺ ഫോറസ്റ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 1.25 മണിക്കൂറുള്ളൊരു പോക്കാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ സൈഡിലൂടെ അരുവിയൊക്കെ പോകുന്നുണ്ട്, നല്ല വെയിലുണ്ട്. എങ്ങനെയുണ്ട് അച്ഛൻ? നല്ലൊരു വെതറാണ് ഇപ്പം. അതെ, ചൂടുണ്ട്. അരുവിയുടെ കളകളാരവം, പ്രകൃതിയിലെ ശബ്ദങ്ങൾ, എന്താ നല്ല അതെ, നല്ല വൈബുള്ളൊരു വാക്കാണ്. ആക്ച്വലി ഈ വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ വ്യൂ നോക്കിക്കേ, കണ്ടോ? ഹാഫ്രൺ ഫോറസ്റ്റിൻ്റെ വേറൊരു സൈഡാണിത്. നല്ലൊരു പാലം ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബാമൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു നൈസ് ബീച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ബീച്ചൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിക്കണം. അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി, ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് പ്രോൺസ് ആൻഡ് ചൊറീസോ ലിംഗ്വിനിയാണ്. അർജിത്ത് ഓർഡർ ചെയ്തത് കോൺ ആൻഡ് ചിപ്സ്. ഇവിടെ നല്ല നോയ്സ് ഉണ്ട്. അപ്പം എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ബീച്ചിലേക്ക് പോവാണ്. കുറച്ച് സമയത്തിനുള്ളിൽ സൺസെറ്റ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ നിൽക്കുന്നുണ്ടാവില്ലായിരിക്കും. അതിന് മുന്നേ പോവും. ഇനി നമുക്ക് ബീച്ചിലെ കുറച്ച് കാഴ്ചകളോട് കാണാം. ഇവിടെയൊക്കെ സ്റ്റെപ്പായിരുന്നു തോന്നുന്നു പണ്ട്. ഇപ്പം പക്ഷെ മൊത്തം സാൻഡ് മൂടി. ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ പുല്ലുകളൊക്കെ വളർന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പം നടക്കുന്നത്. അർജിത്ത് നടന്നതേ അവിടെ എത്തി. നമുക്ക് പയ്യെ നടന്ന് അങ്ങോട്ടേക്ക് പോവാം.
അവിടുത്തെ വ്യൂ എന്താണെന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇനി തിരിച്ചു പോവാണ്. സൺസെറ്റിന് വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സ് ഉണ്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ. പാൺമൗത്ത് ടൗണ്, അതായത് ഈ ഒരു ഏരിയ എനിക്ക് അങ്ങനെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ തിങ്ങി വീടുകളും കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ വന്ന ആ റൂട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ടൂറിസ്റ്റും ഉണ്ട്. ബീച്ചൊക്കെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇത് ഇവരുടെ ഇവിടെ ഉള്ളൊരു ഹൈ സ്ട്രീറ്റ് പോലുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ വെയിൽസിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ അതായത് മോസ്റ്റ് ഓഫ് ദി ബിൽഡിങ്സിൻ്റെ മുകളിലും ഒന്നിക്ക് വെയിൽസിൻ്റെ ഫ്ലാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡ്രാഗൻ്റെ എന്തെങ്കിലും ഒരു കൊത്തുപണി ഉണ്ടാവും. ഇവിടെ അവർ ഭയങ്കര എന്താ പറയുക, ഡ്രാഗൻ ലവേഴ്സുമാണ്. അതേപോലെ തന്നെ വെയിൽസ് എന്ന് പറയുന്ന ഒരു കൺട്രി, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു കിങ്ഡം. അപ്പോൾ അവർക്ക് ഭയങ്കര പാട്രിയോട്ട്സ് ആണ് അവർ. പിന്നെ ഇങ്ങനെ കുന്നിൻ്റെ മുകളിലൊക്കെ കുറേ വീടുകളും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2-3 ചർച്ചുകളും ഞങ്ങളിങ്ങനെ കണ്ടു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിലെത്തി. ഇതാണ് റൂം. ട്വിൻ ബെഡ്സ് ആണ്. കുഞ്ഞിനാണേലും വി ലവ്ഡ് ഇറ്റ്. എങ്ങനെയുണ്ട് റൂം? എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല കളർ പാലറ്റ് അല്ലേ?